നമസ്കാരം. ഞാൻ ആറ്റിൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതുവർഷ ഫലമാണ്. ഇതാ വീണ്ടും ആഗമനമായി 1202 വർഷ ഫലം. അപ്പൊ 5 രാശിക്കാരുടെ ഫലം പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. ഉത്തരം മുക്കാല്, അത്തം, ചിത്തിരാര. ഇവർക്ക് നിലവിൽ 6ലാണ് രാഹുവിന്റെ സ്ഥിതി, 7ൽ ശനിയുടെ സ്ഥിതി, 11ൽ ഗുരുവിന്റെ സ്ഥിതി. അപ്പോൾ ഗുരു ഉച്ചഭാവത്താണ്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 17-ന് തിങ്കളാഴ്ച രാവിലെ 7:32 ചിങ്ങരവി സംക്രമം. 2027 ഓഗസ്റ്റ് 17 വരെയാണ് കൊല്ലവർഷം. അപ്പോൾ കൊല്ലവർഷ ഫലമാണ് പറയുന്നത്. അപ്പോൾ ഈ രാശിക്കാർക്ക് ഗുരു 11ലാണ്. വളരെ പ്രത്യേകതയാണ് ഉച്ചഭാവത്ത് ഗുരു നിൽക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 18-ന് കുജസഞ്ചാരം ഗുരുവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, കുജഗുരു സംഗമം ഗുരു ഉച്ചനും കുജൻ നീചനുമാണ്. അപ്പൊ നീചഭംഗ രാജയോഗം സംഭവിക്കും. അപ്പൊ എന്താണ് എൻ്റെ പ്രത്യേകത? ഈ രാശിക്കാർക്ക് വളരെ ഗുണഫലമാണ്. ഭൂമി ലാഭം പറയണം, സ്വർണ്ണ ലാഭം പറയണം, ധനാഗമം പറയണം, പുത്രഭാഗ്യം, ഈ കാലയളവിൽ പുത്ര യോഗം ഉണ്ടാവാനുള്ള അവസരം, ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത പഠനം, അതിൻ്റെ മികവ് തെളിയിച്ച് അംഗീകാരം കിട്ടുക, പുറത്ത് പോയി ജോലി ചെയ്യുക, അത് ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ UK പോയി ജോലി ചെയ്യാനുള്ള അവസരം, ഗവൺമെന്റ് തലത്തിലാണെങ്കിലും പദവി യോഗം, മന്ത്രിയാവാൻ വരെയുള്ള അവസരം ഈ രാശിക്കാർക്ക്. അപ്പം ആ മേഖലയിലുള്ളവരാണെങ്കിൽ, രാഷ്ട്രീയ മേഖലയിലുള്ളവരാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു പദവി യോഗം കിട്ടാനുള്ള യോഗം കാണുന്നു. പഠന വിഷയത്തിലാണെങ്കിലും മെഡിക്കൽ പഠനം പറയാം, അഡ്വക്കേറ്റ് പഠനം, പിന്നെ ടീച്ചിങ് മേഖല, ഇതിലൊക്കെ ഇവർക്ക് ജോലി പ്രൊമോഷൻ കിട്ടാനോ ജോലി ഇല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം കാണുന്നു. അപ്പോൾ കുജഗുരു സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് 2 മിത്രഗ്രഹങ്ങൾ രാശിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗുരുവും കുജനും ഗുരുമംഗളയോഗം സംഭവിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടും പ്രത്യേകതയാണ്. വിവാഹാദി കാര്യങ്ങളും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹയോഗം കാണുന്നു ഈ കാലയളവ്. ബിസിനസ് മേഖല നോക്കുകയാണെങ്കിലും ഉന്നത ലാഭം, അതായത് ലാഭവിഹിതം, ഷെയർ മാർക്കറ്റും പറയണം, ഷെയർ മാർക്കറ്റും പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പെട്ടെന്നുള്ള ധനാഗമം. ഒരു വസ്തു വിറ്റുപോകാതെ കിടക്കുക, അത് പെട്ടെന്ന് വിൽക്കുക, നമ്മൾ വിചാരിച്ചതിനേക്കാൾ അതിന് കാശ് കൂടുതൽ കിട്ടുക, അമോഘവില എന്നൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെയുള്ള അവസരം കിട്ടാനുള്ള യോഗം. അപ്പം എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. പിന്നെ ക്ഷേത്രാടനം, നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 7ൽ ശനിയുടെ സ്ഥിതിക്ക് കണ്ടക ശനിയാണ്. കന്നിക്കൂറുകാർക്ക് കണ്ടക ശനി അത്ര എഫക്റ്റ് അല്ലെങ്കിലും ക്ഷേത്ര പരിഹാരം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. 12ലാണ് കേതുവിൻ്റെ സ്ഥിതി. കൂട്ടുകടമ ഹോമം കൊടുക്കുന്നത് തടസ്സം മാറാനുള്ള ഇത് കാണുന്നു. കണ്ടക ശനിക്ക് ശ്രീ ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത്, ശനീശ്വര ഹോമം ചെയ്യുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ മാതാപിതാക്കൾക്കൊക്കെ ഈ കാലയളവ് മക്കളെ കൊണ്ടുള്ള യോഗം, അതായത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കി നിർത്തും. അപ്പം ജോലി കിട്ടാതിരിക്കുന്നത് പെട്ടെന്നുള്ള ജോലി കിട്ടാനുള്ള അവസരം, സാമ്പത്തിക അഭിവൃദ്ധി. അപ്പം എന്തുകൊണ്ടും കന്നിക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സർവ്വ ഐശ്വര്യമാണ് ഫലം. ശുഭമസ്തു.